അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമളാനിന്റെ സുദിനങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുടെ കാലമായി ആകാശത്താശം മാരിവില്ല് പോലെ പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും രാവുകൾ ഇന്ന് നമ്മളിലേക്ക് പെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ദാസന്മാരായിക്കൊണ്ട് ഈ റമളാൻ മാസത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ റമളാൻ നമ്മോടൊപ്പം കഴിച്ചുകൂട്ടിയ എത്രയെത്രയോ ഉസ്താദന്മാർ, എത്രയെത്രയോ ആലിമീങ്ങൾ, എത്രയെത്രയോ ഹാഫിളീങ്ങൾ, എത്രയെത്രയോ കൂട്ടുകാർ, എത്രയെത്രയോ സഹോദരങ്ങൾ, എത്രയെത്രയോ കൂട്ടുകുടുംബാദികൾ എല്ലാവരും ഇന്ന് പള്ളിക്കാട്ടിലെ മണിയറയിൽ ആരുടെ മണ്ണിന്റെ ഏകാന്തതയുടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയത് റമളാനിൽ പ്രത്യേകമാക്കപ്പെട്ട തറാവീഹ് നമസ്കാര ശേഷമുള്ള പ്രഭാഷണത്തിനാണ്. ഞാൻ ഇന്നിവിടെ അല്ലാഹുവിന്റെ കിതാബിൽ 12 മാസങ്ങളുണ്ടെന്നും ആ 12 മാസങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാസമാണ് പരിശുദ്ധ റമളാൻ മാസം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ റമളാൻ മാസത്തിലെ പ്രത്യേകതകളിൽ വിശുദ്ധ ഖുർആൻ ആദ്യമായി കൊണ്ട് എണ്ണിയത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എന്ന ജഗന്നിന്ദാവായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ച റബ്ബായ അല്ലാഹു പറയുകയാണ്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ എന്ന അനുഗ്രഹീത മാസത്തിലല്ലേ വിശുദ്ധ ഖുർആൻ അവതരണീയമായത്? റമളാൻ എന്ന പരിശുദ്ധ മാസത്തിലല്ലേ ഖുർആൻ എന്ന ഗ്രന്ഥം അനുഗ്രഹീതമായി കൊണ്ടിറക്കപ്പെട്ടത്? കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ വർഷം നമ്മളിലില്ലല്ലോ. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മഹാനായ പ്രമുഖ ബോക്സിംഗ് താരം മുഹമ്മദ് അലി കാഷ്യത്ത് നമ്മളോടൊപ്പം ഇല്ലല്ലോ. അതുപോലെ തന്നെ പ്രമുഖ കാഥികനും എഴുത്തുകാരനും പണ്ഡിതനുമായ KVM കുട്ടി മൗലവി ഉസ്താദ് നമ്മളോടൊപ്പം ഇല്ലല്ലോ. അതുപോലെ തന്നെ ചെറിയ നൗഷാദ് ബാഖവി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ മുഷ്താഖ് അഹ്മദ് നമ്മളോടൊപ്പം ഇല്ലല്ലോ. എല്ലാവരും ഇന്ന് പള്ളിക്കാട്ടിലെ ഏകാന്തതയുടെ മൂകതയിൽ പള്ളിക്കാട്ടിന്റെ മണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയുമോ ആരാണ് മുഹമ്മദ് അലി എന്ന്? അറിയുമോ ആരാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന, നമ്മളിൽ നിന്നും അന്ത്യം കൊണ്ടുപോയ മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട ബോക്സിംഗ് താരം മുഹമ്മദ് അലി എന്ന്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഒരു ദിവസം, അദ്ദേഹം അതിനു മുമ്പ് കാഷ്യത്ത് പ്ലേ എന്നായിരുന്നു, ഒരു ദിവസം അദ്ദേഹം ഇറങ്ങി ഒരു ബാറിലേക്കോ ഏതോ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് പോയപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, നീഗ്രോസ് നോ എൻട്രി, നീഗ്രോസ് ആർ പ്രൊഹിബിറ്റഡ് എന്നൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. അത് കണ്ട് കറുത്തവനായ കാഷ്യത്ത് പ്ലേ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി തിരിച്ചു പോകുന്നു. അകത്ത് ചെസ് കളിച്ചുകൊണ്ടിരുന്ന വെള്ളക്കാരന്മാർ പുറകെ വന്നുകൊണ്ട് കാഷ്യത്ത് പ്ലേ കളിയാക്കുന്നു. അദ്ദേഹം മടങ്ങിപ്പോകുന്നത് ളുഹർ നമസ്കാര സമയത്താണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഏതാനും സമയമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചെല്ലുന്നത് ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യാൻ പോകുന്നത്. ആ മുസ്ലിം പള്ളിയുടെ അരികിലെത്തിയ അദ്ദേഹം വണ്ടി നടത്തി നോക്കുമ്പോൾ
വെളുത്തവനും കറുത്തവനും ഇരുന്നറക്കാരനും പൊക്കം കൂടിയവനും പൊക്കം കുറഞ്ഞവനും അറബിയും അനറബിയും എല്ലാവരും ഒരേപോലെ ആ പള്ളിക്കകത്തേക്ക് കടക്കുന്നു. അദ്ദേഹം വണ്ടി ഒരു വാഹനം ഒരു സൈഡിലേക്ക് ഒതുക്കി എന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ആ പള്ളിക്കകത്തേക്ക് പോകുന്നു. നോക്കുമ്പോൾ എല്ലാവരും തോള് ചേർന്ന് നിന്ന് ളുഹർ നമസ്കരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, നമസ്കാരം കഴിഞ്ഞു. ആ പള്ളിയുടെ ഇമാമിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കാഷ്യസ് ക്ലേ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാഹ് മറ്റൊരാരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ ദൂതനും പ്രവാചകനും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് കാഷ്യസ് ക്ലേ എന്ന പ്രമുഖ ബോക്സിംഗ് താരം പറഞ്ഞപ്പോൾ അമേരിക്കക്കാരെ ഏറ്റവും അത് ബഹുമാനിച്ച എന്തെന്നറിയുമോ? 61 മത്സരങ്ങളിൽ 54 എണ്ണത്തിലും വിജയിയായ കാഷ്യസ് ക്ലേ. ആ കാഷ്യസ് ക്ലേ എങ്ങനെ അമേരിക്കക്കാർ ഒഴിവാക്കും? ആ കാഷ്യസ് ക്ലേ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നും അവന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വാഹകനായിക്കൊണ്ട് കടന്നു വന്നുകൊണ്ട് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അനുവാചകനായിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ ഒരു ഹൃദയ ഭാഗമായിക്കൊണ്ട് കാഷ്യസ് ക്ലേ ഒരു പേര് സ്വീകരിക്കുകയാണ്, മുഹമ്മദ് അലി. മുഹമ്മദ് അലി കാഷ്യസ് ക്ലേ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഒരു വാക്കൊരു വാക്കുണ്ട് കാഷ്യസ് ക്ലേ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. സഹോദരങ്ങളെ കണ്ണു നിറഞ്ഞു പോകുന്ന വാക്കാണ് കാഷ്യസ് ക്ലേ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഒരു തീപ്പെട്ടി എന്റെ കരങ്ങളിൽ പഠിക്കാറുണ്ട്. ഞാൻ പുകവലിക്കാറില്ല, പക്ഷേ എന്റെ പോക്കറ്റിൽ എപ്പോഴും ഞാൻ ഒരു തീപ്പെട്ടി കരുതാറുണ്ട്, ഒരു തീപ്പെട്ടി വെക്കാറുണ്ടെന്ന് കാഷ്യസ് ക്ലേ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം പറയുകയാണ്. എന്തിനെന്നറിയുമോ? ജന്മനാ മുസ്ലിങ്ങളായി ജനിച്ച നമ്മൾ സഹോദരങ്ങളെ, അദ്ദേഹം പറയുകയാ, ഞാൻ തീപ്പെട്ടി കരങ്ങൾക്കുള്ളിൽ വെക്കുന്നത് പുകവലിക്കാനല്ല. അതെന്തിനാണെന്നറിയുമോ? ഒരു തെറ്റിലേക്ക് നയിക്കുമ്പോൾ, എന്റെ ഹൃദയം എന്റെ തെറ്റിലേക്ക് മാടി വിളിക്കുമ്പോൾ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, എന്റെ ഹൃദയം തെറ്റിലേക്ക് മാടി വിളിക്കുമ്പോൾ ഞാനൊരു തീപ്പെട്ടി ഉരച്ചിട്ട് അതെന്റെ കരങ്ങളുടെ ഉള്ളിലേക്ക് വെച്ച് പിടിപ്പിക്കും. അതിന്റെ ചൂട് സഹിക്കാനാവാതെ കിടന്ന് പിടയുന്ന എന്റെ ശരീരത്തിനോട് ഞാൻ ചോദിക്കും, ഈ ദുനിയാവിലെ ഒരു തീപ്പെട്ടിക്കൊള്ളി, ഈ ദുനിയാവിലെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് നരകാഗ്നിയുടെ ചൂട് സഹിക്കുന്നതെന്ന് മുഹമ്മദ് അലി തന്നെ സ്വയം ശരീരത്തിനോട് ചോദിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് അലി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ജന്മനാ അല്ലാഹുവിന്റെ മഹത്തായ ദീനിന്റെ അനുവാചകരായിക്കൊണ്ട് വാഹകരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുവാൻ ഭാഗ്യം ലഭിച്ച നമ്മളിൽ എത്ര പേരാണ് ദിവസവും എത്ര കുറ്റങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്? ദിവസവും എത്ര കുറ്റങ്ങളാണ് സഹോദരങ്ങളെ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട ചെറിയ നൗഷാദ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ മുഷ്താഖ് അഹ്മദ്, ആ മകന്റെ മരണം ഇതുവരെ കേരളീയ മനസ്സിന്റെ ഞെട്ടല് മാറിയിട്ടില്ല. ഇതുവരെ ആ മനസ്സിന്റെ ഞെട്ടല് മാറിയിട്ടില്ല. എത്ര പെട്ടെന്നാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോയത്. ഈ വിടരും വളർന്ന പുഷ്പമേ, കാലത്തിന് നോവുകൾ സമ്മാനിച്ചടർന്ന പുഷ്പമേ, വിടരും പടർന്ന പുഷ്പമേ, കാലം സമ്മാനിച്ച കനിപൊളിനൂറേ. നൗഷാദ് ഉസ്താദിന്റെ മകനെ മുഷ്താഖേ,
ബഹുമാനപ്പെട്ട മുസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ ഈ റമളാൻ മാസത്തിൽ എത്ര ആൾക്കാരാണ് നമ്മോടൊപ്പം ഇല്ലാത്തത്. ഈ വിനീതന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തൗഫീഖ് മുഹമ്മദ് എന്ന സഹോദരൻ കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ റബീഉൽ ആഖിറിൽ ഒരു മാരക രോഗം കാരണം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയി. അങ്ങനെ എത്ര സുഹൃത്തുക്കൾ, എത്ര ആലിമീങ്ങൾ, എത്ര ഹാഫിളീങ്ങൾ, KVM കുട്ടി മൗലവി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആനക്കര കോയിക്കുട്ടി ഉസ്താദ്, അതുപോലെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ജൈനുദ്ദീൻ ഉസ്താദ് തുടങ്ങിയ എത്രയോ മഹാവ്യക്തിത്വങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട KVM ഉസ്താദ് മരണപ്പെടുന്നത് ഒരു സദസ്സിൽ മരണത്തെ കുറിച്ച് കഥാപ്രസംഗം നടത്തുമ്പോഴായിരുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മൾ അതിന്റെ പ്രചാരകരായിക്കൊണ്ട് അതിനെ എനിക്ക് അറിയിക്കണമെന്ന് മത്സരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും ആ മരണം നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയിൽ ഇതുപോലത്തെ ഒരു മരണം എനിക്ക് നൽകണേ അല്ലാഹ് എന്ന് മനസ്സിന്റെ മടിത്തട്ടിൽ നിന്ന് ദുആ ചെയ്തോ സഹോദരങ്ങളെ. ഈ റമളാൻ അതിനുള്ളൊരു മുന്നറിയിപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നമുക്ക് ലാസ്റ്റ് പറയാം. ആമീൻ പറയാം.